വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല. ഇത് സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന, സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടുന്ന പ്രസ്ഥാനം ഇത്തരമൊരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ, ഒരിക്കൽ കൂടി പറയുന്നു, മുറയിൽ തകർക്കും. രാവിലെ പത്രം എടുക്കുമ്പോൾ നെറ്റി ചൊളിക്കേണ്ടി വരുന്നത്, വിയർക്കേണ്ടി വരുന്ന അവസ്ഥ, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥ, പ്രവർത്തകന് മാറ്റേണ്ടുന്ന ബാധ്യത പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുക്കണം. കഴിഞ്ഞൊരു 10 വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അച്ചടക്കലങ്ങനെ ഏതെങ്കിലും വ്യക്തികളല്ല, മുതിർന്ന നേതാക്കന്മാർ കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ടതായിട്ടുണ്ട്. കാരണം പുതിയ കാലഘട്ടത്തിൽ ജനം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്ന നിർബന്ധ ബുദ്ധി ജനങ്ങൾക്കുണ്ട്. ആ നിർബന്ധ ബുദ്ധിയെ നമ്മൾ ക്യാരി ചെയ്യണം. മാത്രമല്ല, അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. കാരണം അത്രയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ. ഞാൻ ഇന്ന് പറഞ്ഞ ഗൗരവതരമായ വിഷയത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പേവിഷബാധയുടെ പ്രതിരോധ കുത്തിവയ്പ്പ് ഏറ്റെടുത്തതിന് ശേഷം 20 ആളുകൾ മരിക്കേണ്ടി വരികയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും സർക്കാർ റദ്ദ് ചെയ്യുകയാണ്. അതൊക്കെയാണ് ചർച്ചയാകേണ്ടത്, അതാണ് ടാഗ് ലൈൻ ആകേണ്ടത്. അതല്ലാതെയുള്ള ഒരു ചർച്ചയും അത് പാർട്ടിയുടെ നല്ല ആരോഗ്യത്തിന് ഗുണകരമാകില്ല. ഞാൻ ഒരു നേതാക്കന്മാരുടെയും പേരുകളിലേക്കില്ല. അത്തരമൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എൻ്റെ പത്രസമ്മേളനം ഒരു വാർത്തയാക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തുന്ന ആളല്ല ഞാൻ ഇന്നത്തെ ദിവസം വരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും അതിനു മുൻപും ഞാനും എൻ്റെ തലമുറയും എൻ്റെ മുൻ തലമുറയും എല്ലാം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് ഈ ജനവിരുദ്ധരായ സർക്കാരുകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൻ്റെയും പ്രധാന ഉദ്ദേശം അതല്ലാതെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വാർത്തയ്ക്കും പ്രതികരിക്കാൻ ഞാനില്ല. അത് നേതൃത്വത്തിന് ഇത് നല്ല ബോധ്യമുള്ള ആളുകളാണ്, നല്ല കപ്പാസിറ്റി ഉള്ളതാണ് നേതൃത്വം. അത് കേരളത്തിലെ നേതൃത്വമായാലും ഹൈക്കമാൻഡ് ആയാലും ഈ വിഷയങ്ങൾക്കകത്ത് ഹൈക്കമാൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് വാർത്തകൾ വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടുന്ന് എന്തിനാണ് നമ്മൾ വാർത്തകൾ ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ വാർത്തകൾ ആവശ്യമില്ല. ഹൈക്കമാൻഡിന് അറിയാം. ഇപ്പം എന്നെ നിയമിച്ചത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അറിയാം എത്ര കാലം ഞാൻ പ്രവർത്തിക്കണം, എത്ര കാലം ഞാൻ മാറണം. എന്നോട് മാറാൻ പറയുമ്പോൾ ഞാൻ മാറും. അതല്ലാതെ ഇവിടെ കിടന്ന് വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ അതിനകത്ത് ഒരാളിലേക്കും എൻ്റെ പത്രസമ്മേളനമോ എൻ്റെ പ്രസ്താവനയോ വിരൽ ചൂണ്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ മുതിർന്ന നേതാക്കന്മാർ, പുതുതലമുറ കാണിക്കുന്ന ഒരു അച്ചടക്കം ഉണ്ടല്ലോ. പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു. ഞാൻ പറയാമല്ലോ, 10 വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു ചെറുപ്പക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറ. ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരന്റെ പേര് പറ. ആ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കന്മാർ കാണിക്കണം. അത് ഏതെങ്കിലും ഒരു പേരിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും അത് ബാധകമാണ്. അല്ല, കേരളത്തിൽ ഒരു നേതൃമാറ്റം വേണമെന്നോ വേണ്ടായെന്നോ പറയാൻ കേരളത്തിലുള്ള നേതാക്കന്മാരുടെ കപ്പാസിറ്റി എന്താണ് കേരളത്തിലെ നേതാക്കന്മാരുടെ കപ്പാസിറ്റി? വേണമെന്ന് പറയാനോ വേണ്ട എന്ന് പറയാനോ? ഇത് നമ്മളെ നിശ്ചയിക്കുന്ന ആളുകളില്ലേ? നമ്മളെ നിശ്ചയിക്കുന്ന ആളുകളല്ലേ നമ്മൾ തുടരണമോ നമ്മൾ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത്? അത് നിശ്ചയിക്കുന്ന ആളുകളല്ലേ? ആ ആളുകൾക്ക് അതിനകത്തൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളെയൊക്കെ നിശ്ചയിച്ചത്. ആ ആളുകൾ തന്നെ തീരുമാനിച്ചോട്ടെ. അല്ല, അങ്ങനെ പാർട്ടിക്കകത്ത് പറയാനുള്ള സ്പേസ് ഉണ്ടായിട്ടല്ല. പക്ഷേ ഇന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. പാർട്ടിക്കകത്ത് പറയാനുള്ള ഒരു സ്പേസിൻ്റെ കുറവൊന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലോ നിയമസഭാ സാമാജിക എന്ന നിലയിലോ ഇല്ല. പക്ഷേ പാർട്ടി പ്രവർത്തകർക്കൊരു വേദന ഉണ്ടാകുന്നുണ്ട്. ആ വേദന അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഈ മാധ്യമ സമ്മേളനം കൊണ്ട് പോലും വേദന ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകരുണ്ടാകും. അവരോട് ഖേദം രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഒരു KPCC പ്രസിഡന്റ് വന്നതിന് ശേഷം 11 തവണയാണ് അദ്ദേഹത്തെ മാറ്റിയ വാർത്തകൾ വരുന്നത്. അത് ചില മാധ്യമങ്ങൾക്ക് ബോധപൂർവമായ അജണ്ടയുണ്ട്. കാരണം അദ്ദേഹം ആ മാധ്യമങ്ങൾക്കെതിരായിട്ട്, ആ മാധ്യമങ്ങളുടെ ചില ശരികേടുകൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടുമ്പോൾ അദ്ദേഹത്തെ എന്നങ്ങ് മാറ്റിക്കളയാം എന്നുള്ള ചില അജണ്ട ചില മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കാം, മാധ്യമങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആ അജണ്ടയ്ക്കൊത്തല്ലല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ അജണ്ടയ്ക്കൊത്തല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം നിരന്തരമായി മാറ്റിയിട്ടും അദ്ദേഹം മാറാതിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റിയിട്ടില്ലല്ലോ നേതൃത്വം. ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലാരിഫൈഡ് ആണല്ലോ. കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ചെറുപ്പക്കാർ പാർട്ടിയോട് കാണിച്ച ഉത്തരവാദിത്വവും ആ പാർട്ടിക്കകത്ത് പറയേണ്ടുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്നുള്ളൊരു മര്യാദയും മുതിർന്ന നേതാക്കന്മാർ എടുക്കണം. അതൊരു അവരുടെ ബാധ്യതയാണ്. അതവർക്ക് അറിയുന്നവരാണ്, അതവർ ചെയ്യണം. തന്നെ തൊടാൻ ആർക്കും പറ്റില്ല എന്നാണ്
അദ്ദേഹം പറഞ്ഞതിന് പോയിന്റ് എന്താണ്? ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. അത് ചില മാധ്യമങ്ങൾ പറയുകയാണ് അദ്ദേഹത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ മാറ്റൂ. ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. ഞാനൊന്നും അത് തന്നെയല്ലേ പറഞ്ഞത്. ഹൈക്കമാൻഡാണ് ശ്രീ കെ സുധാകരനെ KPCC പ്രസിഡന്റായിട്ട് നിശ്ചയിച്ചത്. ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ എന്നായാലും ഏതെങ്കിലും ഒരു കാലത്ത് ശ്രീ കെ സുധാകരൻ്റെ ടെന്യൂർ കഴിയുമല്ലോ, എൻ്റെ ടെന്യൂർ കഴിയുമല്ലോ. ഞങ്ങളുടെയൊക്കെ ടെന്യൂർ കഴിയുമ്പോൾ ഞങ്ങളെ മാറ്റേണ്ടത് ഹൈക്കമാൻഡാണ്. അതല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളോ മാധ്യമപ്രവർത്തകരോ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റാൻ കഴിയും? അങ്ങനെ മാറ്റാൻ കഴിയില്ല. അവരല്ലല്ലോ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ മൈക്കും തൂക്കി വരുമ്പോൾ ഓരോരുത്തരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നേതാക്കന്മാർക്ക് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും. ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ചില അജണ്ടകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ഹൈലി സെക്കുലറാണ്. അവരുടെ ചോദ്യങ്ങളെല്ലാം ആ സെക്കുലർ ചോദ്യങ്ങളായിരിക്കും. അത് കമ്മ്യൂണലി പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്തും. അതൊരു അജണ്ടയാണല്ലോ അവരുടെ, പോസിറ്റീവായിട്ടുള്ള അജണ്ട. അതുപോലെ നെഗറ്റീവ് അജണ്ടയുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുണ്ട്. അവർ മൈക്കുമായി വരുമ്പോൾ ആ മൈക്കിന് മുന്നിൽ പറയുന്ന വാക്കുകൾക്ക് അവരെങ്ങനെയായിരിക്കും അത് കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത കൂടി നേതാക്കന്മാർക്കുണ്ടാകും. അത്രേ